ഹലോ ഗൈസ്. അതെ, ഹലോ ഗൈസ്. ഹലോ ഹലോ ഗൈസ്. അപ്പം എല്ലാം പറഞ്ഞല്ലോ, കമോൺ പോവാ. അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണേലും കറങ്ങാൻ പോകും. കറക്കം മുഖ്യം വെയിലേ. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയാൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങളിത് ഇങ്ങനെ ആയിരിക്കും പിന്നെ ഉണ്ടാവും. അതെ ഗൈസ്, ഇപ്പൊ കേട്ട അട്ടഹാസവും ചിരിയും ബഹളവും ഒക്കെ ആയിരിക്കും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിക്കകത്ത് മൊത്തം. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലം കാണാൻ. അങ്ങനെ സ്ഥലത്തൊക്കെ എത്തി, സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആദ്യം എല്ലാവരുടെ ഫാമിലി ഫോട്ടോ ആയി, പിന്നെ സിംഗിൾ ഫോട്ടോ ആയി. ഹായ്, എന്നാ നീയല്ലേ പറഞ്ഞത് മൂന്നാർ പോകാൻ പറ്റിയില്ലത്? അതുകൊണ്ട് അതിനേക്കാളുള്ള സ്ഥിരമായ കാഴ്ച നമുക്ക് ഇടുക്കിയിൽ എവിടെ വേണേലും പോയാൽ മതി. എനിക്ക് ഡിമാൻഡ് ഒന്നുമില്ല. ആന്റി വെച്ചോ, കോമളി ആയിട്ടുണ്ട്. കോമളി ആയിട്ടുണ്ട്. പറഞ്ഞതിപ്പോ കോമാളിന്നാ. ഇപ്പൊ ഇവിടെ പ്രീ വെഡിങ് ഷൂട്ടാ ഗൈസ്, പ്രീ വെഡിങ് ഷൂട്ടാണ്. ഞങ്ങളെ ഈ പോകുന്ന വഴിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്താണെന്ന് അറിയാതെ, ഈ ഉണക്കാനിട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഇതുണ്ടല്ലോ, കായ കൊക്കോ, അതാണ് അവിടെ നിരത്തി ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ആൻഡ് ഐ ബിലീവ് വൺ തിങ്, ഇടുക്കി ഈസ് എ പ്ലേസ് ഓഫ് സൈറ്റ് സീയിങ്. അടിപൊളി കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും നേരത്തെ ചിരിയും കളിയും ബഹളവും യാത്രയും ക്ഷീണത്തിന് ശേഷം ഞങ്ങളൊരു കടയിൽ കയറി. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ, വെട്ടിയേക്ക്. ഞാൻ എപ്പോൾ ഇടുക്കി വന്നാലും ഇത് കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ പാഴ്സലിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഒരു ഷോർട്ട് കറക്കത്തിന് ശേഷം ഞങ്ങളിവിടെ ഞങ്ങളുടെ ഫാമിലി മെമ്പറിൻ്റെ അവിടെ കുറച്ച് സ്ഥലം ഇവിടെ ഉണ്ട്, ഒരു പറമ്പ് പോലെ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അഡ്വഞ്ചർ താല്പര്യം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ പിന്നെ ഇന്ന് പറമ്പിലിരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ പറമ്പിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ബട്ടർഫ്ലൈ അപ്പം പറമ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ, കാടും മലയും താണ്ടി പുനിതമാണത് അഭിരാമിയെ താലാട്ടു സാമിയേ നാ. എങ്ങോട്ടാ? പറമ്പിലോട്ട്. ഇതാണ് ഗൈസ് ഭാർഗവി നിലയമല്ല, പറമ്പ. ഇതൊക്കെ സ്പെഷ്യലായിട്ട് എന്നോട് പറയണോ മിസ്റ്റർ പെരേര? ഇവര് മൂന്നുപേരും കൂടെ നിന്നിട്ട് ഇത്ര സീരിയസ് ആയിട്ട് എന്താ അതിലേക്ക് നോക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറൊന്നും അല്ല, നല്ല സൂപ്പർ ഒരു കുട്ടപ്പൻ കാട്ടുവന്നേ വന്നിട്ട് നമ്മുടെ ആ തേങ്ങ എടുത്തിട്ട് പൊതിച്ച് അതിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയതിന്റെ പൊതിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അല്ല, അടിപൊളിയായിട്ട് പൊതിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പറമ്പ് കാണാൻ വന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്നറിയോ? ഇത് തന്നെ, പറമ്പിലിരുന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ ആന്റി ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ടും ഞങ്ങൾക്ക് വാങ്ങിച്ചിരുന്ന പൊതിയെല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വിളമ്പുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. ചോറ്, മീൻകറി, മോര്, സാമ്പാർ, തൊട്ടുകൂട്ടാൻ തോരൻ എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മത്തിയുമായി പപ്പൻ. അമ്മേ, മദർ, എന്താ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ പറമ്പിൽ? അതാ കാട്ടിലൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്തോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ? അതെ അതെ. മതി എന്റെ മേത്ത് വീഴുവാണെങ്കിൽ കള്ള, നീ ഒരു സംഭവം തന്നെ. കാട്ടിലിരുന്ന് ഫുഡ് അടിക്കുന്നു. എന്ത് കഴിച്ച് ഫുഡ് കൂടിപ്പോയി. നമ്മുടെ സ്വന്തം എസ്റ്റേറ്റിൽ
അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ പാടെ എല്ലാവരും ദേ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. പപ്പ ദാ ഫോട്ടോ എടുക്കണു, മമ്മി വീഡിയോ എടുക്കണു, ചിരി കളി ബഹളം. അങ്ങടെ സൈഡിൽ നിന്നിട്ട് അങ്കിൾ ദേ തേങ്ങ പൊതിക്കുന്നു. ദേ ആ മരത്തിന്റെ ഇടയിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇത്രയും സമയം അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്ത് മറിക്കായിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതാ ഇപ്പൊ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ ഒരാൾ അവിടെ ചക്കയും തലയിൽ പിടിച്ചോണ്ട് നേരെ താഴേക്ക് പോകുന്നുണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുവെക്കാനായിട്ട്. അങ്ങനെ ഘോര വനത്തിലിരുന്ന് ഫുഡെല്ലാം കഴിച്ചു ഗൈസ്. അടിപൊളി. ആഫ്റ്റർ ലോങ് ടൈം, ലോങ് ടൈം. കാര്യം എൻ്റെ ഒക്കെ ചെറുപ്പത്തിലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിച്ച് ഇങ്ങനെ കാട്ടിലും മേട്ടിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു എന്താ മെമ്മറി എനിക്കൊന്ന് റീപ്ലാൻ ചെയ്യാൻ പറ്റി. ഇനി ചേച്ചിയും കൂടെ വേണമെന്ന് ചേച്ചി ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഫുൾ ബിസി ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഐ മിസ് യു ഇഫ് യു ആർ വാച്ചിങ് ദിസ്. പിന്നെ എന്താ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. വരൂ നമുക്ക് പോവാം. എനിക്ക് ഇത്രേ പറയുള്ളൂ. പോയിട്ട് വരാം. അല്ല ഒരു സൈഡ് തന്നോളൂ. അപ്പം നമ്മൾ കാടിനോട് വിട പറയുന്നു ഗൈസ്. ബൈ ബൈ. സാഫി അവർ രണ്ടുപേര് ചാക്കൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഒരു ചക്ക തലയിൽ വെച്ചോട്ട് ഒരാൾ പോയിട്ടുണ്ട്. അങ്കിളിതേ നമ്മുടെ ഏർമാടമൊക്കെ. അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഫുഡടിയും എല്ലാം കഴിഞ്ഞ് അവസാനം എന്തേ ചക്കയൊക്കെ എടുത്ത ഒരാൾ തലയിലും വെച്ചോണ്ട് പോണു, ഒരു ചക്ക ഞങ്ങൾ കൈ പിടിച്ചോണ്ട് പോണു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം താഴേക്ക് പോവാണ് കേട്ടോ. ചക്ക 4 എൻ്റെ തള്ളയ്ക്കൊരു ചെടി പറിക്കണം. ആ ഇപ്പൊ ആ ചെടിയിലാട്ടോ കൈ. ഒരു തൈ ഇപ്പൊ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. കണ്ടാ? ഘോരവനത്തിലേക്കുള്ള യാത്ര അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ആണ്ടടാ ഇറങ്ങി വന്ന പാടെ മേലോട്ട് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു മരത്തിൽ നിറച്ചും സ്റ്റാർ ഫ്രൂട്ട് പിടിച്ച് കിടക്കണു. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ. അതുമല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ഓൺലൈനിൽ നമ്മുടെ റീൽസിൽ, ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ എല്ലാ സ്ഥലത്തും ആൾക്കാർ സ്റ്റാർ ഫ്രൂട്ടിനെ പറ്റി പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ മരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് തിന്നു നോക്കാൻ പോകുന്നത് കേട്ടോ. സത്യം പറയുവാണെങ്കിൽ സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ആൻഡ് ഓ മൈ ഗോഡ് അബൌട്ട് ദ ടേസ്റ്റ്, ദാറ്റ് വാസ് ടേസ്റ്റിംഗ് ഫാബ്യുലസ്. കാര്യം നമ്മൾ ഡയറക്റ്റ് മരത്തിൽ നിന്ന് പറിച്ച് സഞ്ചിയിലേക്ക് ആക്കി വീട്ടിൽ ചെന്ന് കഴിച്ചു നോക്കിയത് കൊണ്ടായിരുന്നു തോന്നുന്നു ആ ഒരു ഫ്രഷ്നെസ് എന്താണെങ്കിലും അതിനുണ്ടായിരുന്നു. ഭയങ്കര ലവ്ലി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും മത്സരിച്ച് നിന്ന് സ്റ്റാർ ഫ്രൂട്ട് പറിക്കുകയായിരുന്നു കേട്ടോ. കണ്ടപ്പോഴേ പറഞ്ഞു ഇതേ കിടക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് വാ പറിക്കുക. എവിടെ കണ്ടാലും അവിടെ ഇരിക്കും, എവിടെ ചെടി കണ്ടാലും പറിക്കാനും പോകും അടുത്തത്. അങ്ങനെ ഫോട്ടോ എടുപ്പും ചിരിയും കളിയും ബഹളം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ തൊട്ടാവാടിയെ കണ്ടു. തൊട്ടാവാടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ആർക്കല്ല അതിനെ ഒന്ന് തൊട്ട് നോക്കാതെ പോകാൻ തോന്നുന്ന എല്ലാവരുടെയും നൊസ്റ്റാൾജിയാണ് ഈ തൊട്ടാവാടിയിലെ. അങ്ങനെ ഞാനും കുറെ നേരം തൊട്ടാവാടിയെ നോക്കിയിട്ട് ക്ലിപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അങ്ങള് കാറുമായിട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് റെഡിയായി. ആൻഡ് ഓ മൈ ഗോഡ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു ഡേ ഫുള്ള്. എനിക്കിത് എങ്ങനെയാണ് എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെ പോകെ ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്ത് കണ്ടുപിടിച്ചു. അതാണ് ഈ കാണുന്നത് ലാലേട്ടൻ പാറ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ഫോട്ടോ ഒന്നുകൂടെ കൊടുക്കാം, നിങ്ങളത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് സൈറ്റ് സീയും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയും പോകുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക്. അപ്പം അതുവരേക്കും ഇനി കാണാം. ബൈ.